Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് കേക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഇത് കാരമൽ സോസ് അല്ല ട്ടോ, കാരമൽ സിറപ്പാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇത്രയും മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. നമ്മൾ ഇളക്കാനൊന്നും നടക്കരുത്. അത് അവിടെ ഇരുന്ന് പയ്യെ അവിടെ ഇരുന്ന് മെൽറ്റായി വരണം. ഇത് നമുക്ക് കേക്കിന് മാത്രമല്ല, നമ്മൾ ഈ പാൻ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ അപ്പമൊക്കെ പോലെ നമ്മൾ ചുട്ടു കൊടുത്ത് കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തേനൊക്കെ ഒഴിച്ചു കൊടുക്കില്ലേ എന്ന് പറയും പോലെ തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാമുള്ളൂ കേട്ടോ. നമ്മൾ തവി കൊണ്ടൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ആ സോസ്പാനിൻ്റെ പിടിയിൽ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്ത് വെച്ചാൽ മതി. ഒരു കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിതൊന്ന് ഇളക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ക്രിസ്റ്റൽ പോലെ ആയി പോവുള്ളൂ. അതായത് ഒരു പഞ്ചസാര കട്ടകൾ പോലെ ഇങ്ങനെ വലിയ വലിയ കട്ടകളായിട്ടിരിക്കില്ലേ, അതുപോലെ ആയിട്ട് വരും. ഇതുപോലെ മെൽറ്റായിട്ട് വരില്ല കേട്ടോ. അതുപോലെ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഇത് കുറച്ചൊന്ന് കട്ടയായിട്ട് വരും. അതുപോലെ ഇച്ചിരി ഒന്ന് മാറി നിന്നിട്ട് ഇത് ഒഴിച്ചോളൂ കേട്ടോ. കാരണം ചിലപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും പോലെയൊക്കെ വരും. അതായത് ഇപ്പോൾ കുറച്ചൊന്ന് കട്ടയായിട്ട് വന്നില്ലേ, അപ്പോൾ അത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അത് നല്ലപോലെ തന്നെ അതും മെൽറ്റായി വന്നോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും അത് മെൽറ്റാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിന് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവണത് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.